നമസ്കാരം. ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നയതന്ത്ര നീക്കം ആഗോളതലത്തിൽ വീണ്ടും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. സൊമാലിലൻഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, മറിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പുതിയൊരു അസ്ഥിരതയുടെ വിത്തുപാകൽ കൂടിയാണ്. ഒരു പരമാധികാര രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള വിഘടനവാദ നീക്കങ്ങൾക്ക് തുണ നിൽക്കുന്നതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന അധിനിവേശ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് ഇസ്രയേൽ ഇവിടെ പുറത്തെടുക്കുന്നത്. സൊമാലിയൻ ഗവൺമെന്റിന്റെയും ആഫ്രിക്കൻ യൂണിയന്റെയും കടുത്ത പ്രതിഷേധങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഈ ഇടപെടൽ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും മാത്രമല്ല, വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ വഴിമരുന്നിടുകയും ചെയ്യുകയാണ്. സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കായ സൊമാലിലൻഡിനെ ഔദ്യോഗികമായി അംഗീകരിച്ചതിലൂടെ ഇസ്രയേൽ ദൗത്യപരമായി വലിയൊരു ഭൂപ്രശ്നം സൃഷ്ടിച്ചുവെന്ന് ഒട്ടുമിക്ക നിരീക്ഷകരും പൊതുവെ നിരീക്ഷിക്കുന്നുണ്ട്. സൊമാലിയയുടെ ഭൗമിക ഏകത്വത്തിന് നേരെ ഒരു വെല്ലുവിളിയായും പ്രദേശത്തെ രാഷ്ട്രീയ ബാലൻസ് തകരാറിലാക്കുന്ന നീക്കമായും ഇതിനെ കാണുന്നുണ്ട്. ഓരോ രാഷ്ട്രത്തിനും തങ്ങളുടെ നയതന്ത്ര സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അവകാശമുണ്ടെങ്കിൽ സൊമാലിലൻഡിന്റെ വിഷയത്തിൽ ഇസ്രയേലിന്റെ സമീപനം ആചാരപരമായ അന്തർദേശീയ നയതന്ത്ര രീതികളെ ലംഘിക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 1991 സൊമാലിയയിൽ നിന്നും ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഈ പ്രദേശം ഇന്നുവരെ അന്തർദേശീയ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്രയേൽ അതിനെ അംഗീകരിച്ചതോടെ സൊമാലിയയുടെ സ്വാധീനത്തെയും ഭൂപ്രദേശപരമായ അവകാശത്തെയും തുറന്ന വെല്ലുവിളി ഉയർത്തുകയാണ്. സൊമാലിയ, തുർക്കി, ഈജിപ്ത്, ആഫ്രിക്കൻ യൂണിയൻ തുടങ്ങിയ ഒന്നിലധികം രാജ്യങ്ങൾ നൽകിയ ശക്തമായ പ്രതികരണവും ഇതേ ആശങ്കയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സൊമാലിലൻഡിനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇസ്രയേൽ പ്രദേശത്ത് തങ്ങളുടെ സുസ്ഥിരത സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നീക്കമാണോ ആരംഭിക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുവായി ഉയരുന്നത്. പ്രാദേശിക വിശകലനക്കാർ ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ തന്ത്രപരമായ ലക്ഷ്യങ്ങളിലേക്കാണ് ഇസ്രയേൽ നീങ്ങുന്നു എന്നതാണ്. ചെങ്കടലിലേക്ക് നേരിട്ടുള്ള ആക്സസ്, യമനിലെ ഇറാനെ പിന്തുണയ്ക്കാനുള്ള ഹൂതി ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുവാനും തിരിച്ചടിക്കാൻ കഴിവ് ശക്തിപ്പെടുത്താനും ഈ നീക്കത്തിലൂടെ പിന്നിലെന്നാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതിന്റെ വില സൊമാലിയയുടെ ഭൂപ്രാദേശിക ഐക്യവും ആഫ്രിക്കൻ മേഖലയിലെ സ്ഥിരതയും ആകേണ്ടതില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. അൽ ഷബാബ് പോലുള്ള സംഘടനകൾ പ്രതികരണവുമായി ഭീഷണി മുഴക്കിയതോടെ ഈ അംഗീകാരം സമാധാനത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് കൂടുതൽ സുരക്ഷാ പ്രതിസന്ധികൾക്കുള്ള വാതിലാണ് തുറന്നിടുന്നതെന്ന ഭയവും, ഭീകരവാദത്തെ ഒരു ന്യായീകരണത്തിലും പ്രതിപാദിക്കാനാവില്ലെങ്കിലും പ്രദേശത്തെ സംഘർഷ സാഹചര്യം ഇസ്രയേൽ അവഗണിച്ചതായി കാണുന്നവർ കുറവല്ല. ഇതിനകം തന്നെ 17 വർഷത്തിലേറെയായി സൊമാലിയയിൽ കലാപം തുടരുമ്പോൾ ഇസ്രയേൽ സ്വീകരിച്ച തീരുമാനം തീയിൽ എണ്ണ ചൊരിയുന്നത് പോലെയാണ്. അതായത് എരിതീയിൽ എണ്ണ ചൊരിയുക എന്ന പ്രയോഗം പോലെ. ഔദ്യോഗിക അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാതെ തന്നെ സൊമാലിലൻഡ് സ്വന്തം ഭരണഘടനയും പോലീസ് സേനയും കറൻസിയും നിലനിർത്തുന്ന സ്ഥിരത പുലർത്തിയിരുന്നു എങ്കിലും ആ സ്ഥിരതയ്ക്ക് ഇന്ധനം ചേർക്കുന്ന രീതിയിലാണ് ഇസ്രയേൽ ഇടപെടുന്നതെന്ന് വിമർശകർ വ്യക്തമാക്കുന്നു. ആഫ്രിക്കയിലെ രാജ്യങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യവും അതിരുകളുടെ അഖണ്ഡതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനിടെ ഒരു രാജ്യം ഇങ്ങനെ നേരിട്ട് അംഗീകാരം പ്രഖ്യാപിക്കുന്നത് നൈതികമായ വിദേശ നയത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്.